തമ്മിലുള്ള പോരാട്ടത്തിൽ അധർമ്മം അതിൻ്റെ പാരമ്യത്തിലെത്തുമ്പോൾ പ്രപഞ്ചനാഥനായ പരമശിവന്റെ തൃക്കണ്ണിൽ നിന്നും ജന്മം കൊണ്ട അഗ്നിസ്ഫുലിംഗം ലോകത്തെ നശിപ്പിക്കാൻ തുനിഞ്ഞ ദാരികാസുരന്റെ അന്ത്യത്തിനായി ഉയർക്കൊണ്ട ഉഗ്രരൂപി അവളാണ് കാളി. ശത്രുക്കൾക്ക് ഭയങ്കരിയും ഭക്തർക്ക് അഭയദായിനിയുമായ കരുണാനിധി. ബ്രഹ്മാവിൽ നിന്നും വരങ്ങൾ തേടി അഹങ്കാരിയായ ദാരികൻ 33 കോടി ദേവന്മാരെയും തടവിലാക്കി. സ്ത്രീകളാൽ മാത്രമേ തനിക്ക് മരണം സംഭവിക്കാവൂ എന്ന ദാരികന്റെ വരം അവനെ അജയ്യനാക്കി. എന്നാൽ ആ അഹങ്കാരത്തെ തകർക്കാൻ ശിവന്റെ കോപാഗ്നിയിൽ നിന്നും കറുത്ത വർണ്ണത്തോടും 8 കൈകളോടും കൂടി കാളി അവതരിച്ചു. പോർക്കളത്തിൽ സംഹാരതാണ്ഡവമാടിയ ദേവി ദാരികന്റെ ഓരോ തുള്ളിച്ചോരയും മണ്ണിൽ വീഴാതെ കുടിച്ചു തീർത്തു. ഒടുവിൽ അധർമ്മത്തിന്റെ ആ തലയെറുത്ത് പ്രപഞ്ചത്തിന് ശാന്തി നൽകി. കണ്ടത്തിൽ മുണ്ടമാലകൾ ചാർത്തി കൈകളിൽ വാളും പാനപാത്രവുമേന്തി രൗദ്രഭാവത്തിൽ നിൽക്കുന്ന ദേവി വെറും സംഹാരമൂർത്തിയല്ല, അവൾ പ്രകൃതിയുടെ പ്രതീകമാണ്. ദുഷ്ടതയെ വേരോടെ പിഴുതെറിയുന്ന തീഷ്ണതയും മക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്ന മാതൃത്വവും ഒരുപോലെ ആ കണ്ണുകളിൽ തിളങ്ങുന്നു. കേരളത്തിലെ കാവുകളിലും ക്ഷേത്രങ്ങളിലും പള്ളിവാളുമായി കുടിയിരിക്കുന്ന ദേവി നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കുന്നു. നന്മയുടെ വിജയം ആഘോഷിക്കാൻ, തിന്മയുടെ വേരറുക്കാൻ ഇന്നും ആ ചൈതന്യം നമ്മുടെ കൂടെയുണ്ട്. ഭയമില്ലാതെ മുന്നേറാൻ ഭദ്രകാളി നമുക്ക് കരുത്തേകട്ടെ.